തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്ക്, ജോസ്കോ ജുവലേഴ്സ്, Tenku Marbles and Granites, ജോസ് ആലുക്കാസ്. നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ജില്ലയിൽ കരിമ്പനി കണ്ടെത്തിയ സാഹചര്യത്തിൽ വിദഗ്ധ പരിശോധനയ്ക്കായി കേന്ദ്ര സംഘമെത്തി. മുള്ളൂർക്കര എടപ്പാറ കോളനിയിൽ കേന്ദ്ര സംഘത്തിന് നേരെ നാട്ടുകാരുടെ പ്രതിഷേധം. ജില്ലയിലെ പനിയുടെയും പകർച്ചവ്യാധികളുടെയും കണക്ക് മാധ്യമങ്ങൾക്ക് നൽകുന്നതിൽ DM ഓഫീസിന്റെ വിലക്ക്. ആരോഗ്യവകുപ്പിനെതിരായ വാർത്തകളിലുള്ള അസഹിഷ്ണുതയാണ് വിലക്കിന് കാരണമെന്ന് ആക്ഷേപം. പനംകുറ്റിച്ചിറ മുതൽ ഒല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വരെ 22 മീറ്റർ റോഡ് വികസിപ്പിക്കാനുള്ള നടപടികൾ തിങ്കളാഴ്ച ആരംഭിക്കും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ സ്ഥലത്തിന്റെ അളവെടുപ്പ് നടത്താനും കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ധാരണ. കൊടുങ്ങല്ലൂരിലെ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് വാഹനയാത്രികർക്ക് അപകടക്കെണിയായി. 4 മാസം മുൻപ് ടാറിംഗ് പൂർത്തിയായ ചാവക്കാട് പാലാക്കടവ് ഭാഗത്തെ റോഡ് തകർന്നു. രക്ഷിതാക്കളെ ആശങ്കപ്പെടുത്തി തീരദേശ മേഖലയിൽ ന്യൂഡിൽസിന് സമാനമായ പാക്കറ്റ് മിക്സ്ചറിന്റെ വിൽപ്പന. സ്കൂളുകൾക്കും കോളേജുകൾക്കും സമീപമുള്ള കടകളിലാണ് വൈവ എന്ന പേരിലുള്ള മിശ്രിതം വിൽക്കുന്നത്. അജിനോമോട്ടോ ചേർത്ത പദാർത്ഥമാണ് വിൽക്കുന്നതെന്ന് സംശയം. 8 കിലോ കഞ്ചാവുമായി 2 പേർ ഇരിങ്ങാലക്കുട പോലീസിന്റെ പിടിയിൽ. കഞ്ചാവ് വിറ്റിരുന്നത് പൂജാദ്രവ്യങ്ങളുടെ മറവിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മുള്ളൂർക്കര എടപ്പാറ കോളനിയിൽ കരിമ്പനിയെക്കുറിച്ച് പഠനം നടത്താനെത്തിയ കേന്ദ്ര സംഘത്തിന് നേരെ നാട്ടുകാരുടെ പ്രതിഷേധം. കരിമ്പനിയുടെ പേരിൽ ആരോഗ്യവകുപ്പും മാധ്യമങ്ങളും ഭീതി പരത്തുകയാണെന്നും തങ്ങളുടെ സ്വൈരജീവിതം തകർക്കുകയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് കേന്ദ്ര സംഘത്തിന് വിശദമായ പരിശോധന നടത്താനായില്ല. നാഷണൽ സെൻട്രൽ ഡിസീസ് കൺട്രോൾ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ രഘുവിന്റെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാണ് മുള്ളൂർക്കര എടക്കപ്പാറ കോളനി സന്ദർശിച്ച് കരിമ്പനിയെക്കുറിച്ച് വിലയിരുത്തിയത്. കോളനിയിലെ വീടുകളും പരിസര പ്രദേശങ്ങളും സംഘം സന്ദർശിച്ചു. രോഗബാധിതനായ വ്യക്തിയുടെ സമീപ വീടുകളിൽ നിന്നുള്ളവരുടെ രക്തസാമ്പിളുകൾ ആരോഗ്യ വിഭാഗം ശേഖരിച്ചു. കോളനികളിൽ ജാഗ്രതാ നടപടികൾ തുടരണമെന്നും കേന്ദ്ര സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലാ ആരോഗ്യ വിഭാഗം നടത്തിയ രോഗപ്രതിരോധ നടപടികളിൽ കേന്ദ്ര സംഘം തൃപ്തി അറിയിച്ചു. മേഖലയിൽ നിന്ന് കരിമ്പനിക്ക് കാരണമാകുന്ന മണ്ണീച്ചകളുടെ സാമ്പിൾ ശേഖരിക്കാൻ കേന്ദ്ര സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരിമ്പനി ബാധിതനായി ചികിത്സയിൽ കഴിയുന്ന ആളെ കേന്ദ്ര സംഘം മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിച്ചു. ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി വിദഗ്ധ സംഘം ചർച്ച നടത്തി. ഡെപ്യൂട്ടി DMO ഡോക്ടർ ബേബി ലക്ഷ്മി, ജില്ലാ മലേറിയ ഓഫീസർ ഡോക്ടർ ശശികുമാർ, വെക്ടർ കൺട്രോൾ ജില്ലാ ഓഫീസർ അബ്ദുൽ ജബ്ബാർ, മുള്ളൂർക്കര ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ താര എന്നിവരും കേന്ദ്ര സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. സ്ഥിതിഗതികൾ വീണ്ടും വിലയിരുത്തിയ ശേഷം കേന്ദ്ര സംഘം കരിമ്പനി സംബന്ധിച്ച റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കും. നേരത്തെ DMO ഓഫീസിലെത്തിയ സംഘം DMO ഡോക്ടർ സുഹിതയുമായി ചർച്ച നടത്തിയിരുന്നു. TCV ചേലക്കര, വടക്കാഞ്ചേരി. ജില്ലയിലെ പനിയുടെയും പകർച്ചവ്യാധികളുടെയും കണക്ക് മാധ്യമങ്ങൾക്ക് നൽകുന്നതിൽ DM ഓഫീസ് വിലക്കേർപ്പെടുത്തി. പകർച്ചവ്യാധികൾ സംബന്ധിച്ച കണക്കുകൾ മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാട്ടുന്നതായി ആരോപിച്ചാണ് ഇത്തരമൊരു തീരുമാനം. ജില്ലയിൽ ഓരോ ദിവസത്തെയും പകർച്ചവ്യാധികളും ബന്ധപ്പെട്ട വിശദാംശങ്ങളും DMO ഓഫീസ് മുഖേനയാണ് മാധ്യമങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരുന്നത്. എന്നാൽ കരിമ്പനി സംബന്ധിച്ചും ചിക്കൻ ഗുനിയെ സംബന്ധിച്ചും ചില മാധ്യമങ്ങൾ തെറ്റായ കണക്കുകളും വിവരങ്ങളും നൽകി ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുകയാണെന്നാണ് DMOയുടെ പരാതി. ഇതിനെ തുടർന്നാണ് ഇനി മുതൽ മാധ്യമങ്ങൾക്ക് പകർച്ചവ്യാധികൾ സംബന്ധിച്ച ദിവസേനയുള്ള കണക്കുകൾ നൽകേണ്ടതില്ലെന്ന് DMO നിർദ്ദേശിച്ചിട്ടുള്ളത്. വർഷങ്ങളായി DMO ഓഫീസിലെ IDRC വിഭാഗമാണ് പ്രതിദിന കണക്കുകൾ മാധ്യമങ്ങൾക്ക് നൽകാറുള്ളത്. കരിമ്പനി സംബന്ധിച്ച് പഠനം നടത്താൻ കേന്ദ്ര സംഘം എത്തിയതും ജില്ലയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചും സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് സംബന്ധിച്ചും മാധ്യമങ്ങളിൽ തുടർച്ചയായി വാർത്ത വന്നിരുന്നു. ആരോഗ്യവകുപ്പിനെതിരായ വാർത്തകളിലുള്ള അസഹിഷ്ണുതയാണ് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകേണ്ടതില്ലെന്ന തീരുമാനത്തിന് പിന്നിലെന്നാണ് വിവരം. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ DMO ഓഫീസിൽ നിന്നും ലഭ്യമാകാത്തതിൽ മാധ്യമപ്രവർത്തകർ പലപ്പോഴും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. നേരത്തെ PK ശ്രീമതി ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കെ മാധ്യമങ്ങൾക്ക് പകർച്ചവ്യാധികൾ സംബന്ധിച്ച കണക്ക് നൽകേണ്ടതില്ലെന്ന നിർദ്ദേശം ഏറെ വിവാദമാകുകയും തീരുമാനം പിൻവലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പകർച്ചവ്യാധികൾ സംബന്ധിച്ച കണക്കുകൾ PRD മുഖേന ലഭ്യമാക്കുമെന്ന് DMO ഓഫീസ് പിന്നീട് വിശദമാക്കി. TCV ന്യൂസ്, തൃശൂർ.
പുനരധിവാസ പാക്കേജ് നൽകിക്കൊണ്ട് പനംകുറ്റിച്ചിറ മുതൽ ഒല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വരെ 22 മീറ്റർ റോഡ് വികസിപ്പിക്കാനുള്ള നടപടികൾ തിങ്കളാഴ്ച ആരംഭിക്കാൻ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ധാരണയായി. ഒല്ലൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കളക്ടറുടെയും സ്ഥലം MLAയുടെയും നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് 22 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചത്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി സ്ഥലത്തിന്റെ അളവെടുപ്പ് നടത്തും. ഒല്ലൂർ ജംഗ്ഷനിലെ കോർപ്പറേഷൻ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു നീക്കാൻ യോഗത്തിൽ ധാരണയായി. ഇതു സംബന്ധിച്ച് കൗൺസിലിന്റെ അനുമതി തേടും. റോഡ് 22 മീറ്റർ വീതിയിൽ അളന്നിട്ട ശേഷം സ്ഥലവാസികളുടെയും കെട്ടിട ഉടമകളുടെയും യോഗം ചേരും. 66 കെട്ടിടങ്ങളാണ് ഈ മേഖലയിലുള്ളത്. ഇവർക്കായി പുനരധിവാസ പാക്കേജ് ഒരുക്കും. സ്ഥലം വിട്ടു നൽകുന്നവർക്കായി നഷ്ടപരിഹാരം നൽകും. കോർപ്പറേഷൻ, PWD, സർവേ വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് വികസന നടപടികൾ ആരംഭിക്കുക. സർവേ നടപടികൾ സംബന്ധിച്ച് നേരത്തെയുണ്ടായിരുന്ന തർക്കം ചർച്ചകളിലൂടെ പരിഹരിച്ചായിരിക്കും പദ്ധതിക്ക് തുടക്കം കുറിക്കുക. കളക്ടർ MS ജയ, MP വിൻസെന്റ് MLA, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ മുത്തിപിടിക, കോർപ്പറേഷൻ സെക്രട്ടറി KM ബഷീർ, ടൗൺ പ്ലാനിംഗ് ഓഫീസർ MV രാജൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ഇനി TCV വാർത്താ പരമ്പര റോഡുണ്ട്, സൂക്ഷിക്കുക. എട്ട് മരണങ്ങൾ, 300-ലധികം അപകടങ്ങൾ. കൊടുങ്ങല്ലൂരിലെ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് വാഹനയാത്രികർക്ക് അപകടക്കെണിയാവുകയാണ്. 3.5 കിലോമീറ്റർ ദൂരമുള്ള ബൈപ്പാസ് കൊടുങ്ങല്ലൂരിനെ 4 പതിറ്റാണ്ടുകാലത്തെ സ്വപ്നമായിരുന്നു. എന്നാൽ ബൈപ്പാസിലൂടെയുള്ള യാത്ര നാട്ടുകാർക്കിപ്പോൾ പേടി സ്വപ്നമാണ്. വാഹനങ്ങളുടെ അതിവേഗവും ട്രാഫിക് സിഗ്നൽ ലംഘനവുമാണ് ബൈപ്പാസിലെ അപകടങ്ങൾക്ക് പ്രധാന കാരണം. 3.5 കിലോമീറ്ററിനിടയിൽ 5 സിഗ്നൽ ജംഗ്ഷനുകളാണ് ബൈപ്പാസിലുള്ളത്. സിഗ്നൽ മറികടക്കാനായുള്ള വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഒപ്പം സിഗ്നൽ സംവിധാനങ്ങളിലെ അപാകതയും അപകടങ്ങൾക്കിടയാക്കുന്നു. സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാത്തതും ബൈപ്പാസിന്റെ അപാകതകളാണ്. ബൈപ്പാസിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ സിഗ്നൽ സംവിധാനം നവീകരിക്കൽ, സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കൽ തുടങ്ങിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഗതാഗത നിയമങ്ങൾ പാലിക്കാനുള്ള വിമുഖതയും ബോധവൽക്കരണത്തിന്റെ പോരായ്മയും ബൈപ്പാസിലെ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ കൊലകൊലി ബൈപ്പാസിനെതിരെ വലിയ ജനരോഷമാണ് ഉയർന്നിട്ടുള്ളത്. 2 മാസത്തിനിടെ 8 പേരുടെ ജീവനാണ് ബൈപ്പാസിൽ നഷ്ടപ്പെട്ടത്. ബൈപ്പാസിൽ അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ നാറ്റ്പാക് വിദഗ്ധ സംഘം ബൈപ്പാസിൽ പരിശോധന നടത്തിയെങ്കിലും ഇതുവരെയും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ദേശീയപാത 17-ൽ 4 മാസം മുൻപ് ടാറിംഗ് പൂർത്തിയായ റോഡ് തകർന്നു. ഒന്നാംകല്ല് പാലാക്കടവ് ഭാഗത്ത് ടാറിംഗ് അടർന്ന് കുഴികൾ രൂപപ്പെട്ടത് അപകട ഭീഷണിയായി മാറുകയാണ്. ദേശീയപാതയിലെ ഏറ്റവും വീതി കുറഞ്ഞ മേഖലയായ ഇവിടെ ബൈക്കുകളാണ് കുഴികളിൽ ചാടി അപകടത്തിൽപ്പെടുന്നത്. റോഡരികിൽ വഴിവിളക്കുകളില്ലാത്തതിനാൽ രാത്രി സമയങ്ങളിൽ കുഴി തിരിച്ചറിയാനാവാതെ യാത്രികർ അപകടത്തിൽപ്പെടുന്നതും ഇവിടെ പതിവായിരിക്കുകയാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ ഇതോടെ ഗതാഗതക്കുരുക്ക് തുടർക്കഥയായി കഴിഞ്ഞു. 12 വർഷത്തോളം ടാർ ചെയ്യാതെ കിടക്കുകയായിരുന്ന ദേശീയപാതയിൽ വ്യാപകമായി കുഴികൾ നിറഞ്ഞതോടെയാണ് ചാവക്കാട് തെക്കേ ബൈപ്പാസ് മുതൽ ചേറ്റുവ പാലം വരെ 4 മാസം മുൻപ് അറ്റകുറ്റപ്പണി നടത്തിയത്. ടാറിംഗ് നടത്തിയതിലെ ക്രമക്കേടാണ് ഇതിന് കാരണമെന്നും കുഴികൾ നികത്താൻ അധികൃതർ മടിക്കുകയാണെന്നും ദേശീയപാതയിൽ ഇപ്പോൾ രൂപപ്പെട്ട കുഴികൾ അടയ്ക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. 5 വർഷത്തിനിടെ ഈ മേഖലയിലുണ്ടായ വാഹനാപകടങ്ങളിൽ നിരവധി പേരുടെ ജീവനാണ് പൊലിഞ്ഞിട്ടുള്ളത്. മേഖലയിലെ ഗ്രാമീണ റോഡുകളും തകർന്ന നിലയിലാണ്. ഒരുമനയൂർ, പുന്ന, മുതുവട്ടൂർ, തെക്കൻ പാലയൂർ, വട്ടേക്കാട്, ആലുംപറമ്പ്, മാട്, തിരുവത്ര, എടക്കഴിയൂർ മേഖലകളിലെ റോഡുകളാണ് തകർന്നിട്ടുള്ളത്. റോഡിലെ ടാറിംഗ് അടർന്ന് വ്യാപകമായി രൂപപ്പെട്ട കുഴികളിൽ വെള്ളം കെട്ടിനിന്ന് ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട്. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ നിന്നും തെക്കൻ പാലയൂരിലേക്കുള്ള റോഡും തകർന്നു. കുഴികൾ നിറഞ്ഞതോടെ ഇതുവഴിയുള്ള ഗതാഗതം ദുഷ്കരമായി. ഒരുമനയൂർ തങ്ങൾപ്പടി അംബേദ്കർ കോളനി റോഡും തകർന്നിട്ടുണ്ട്. തങ്ങൾപ്പടി പടിഞ്ഞാറ് നാഷണൽ ഹുദ സ്കൂളിന് മുന്നിലൂടെ കടന്നുപോകുന്ന റോഡാണ് തകർച്ചയിലായത്. ഒരുമനയൂർ കരുവാരക്കുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഇതുവഴി കടന്നുപോകുന്നത്. ശക്തമായ മഴയിൽ വെള്ളക്കെട്ടും രൂക്ഷമായിട്ടുണ്ട്. TCV ന്യൂസ്, ചാവക്കാട്. മണ്ണുത്തി വടക്കഞ്ചേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് PK ബിജു MP ആവശ്യപ്പെട്ടു. മഴ കനത്തതോടെ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെടുകയും കുതിരാനിൽ റോഡിന്റെ ഇരുവശത്ത് നിരത്തിയ മണ്ണും മെറ്റലും ഒഴുകിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. മണ്ണുത്തി, ആറാങ്കല്ല്, വട്ടക്കല്ല്, ചെമ്പൂത്ര, പട്ടിക്കാട്, വഴുക്കുംപാറ, കുതിരാൻ, കൊമ്പഴ, ഇരുമ്പുപാലം, വാണിയംപാറ, ശങ്കരംകണ്ണന്തോട്, മേരിഗിരി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മണ്ണുത്തി മുതൽ വടക്കഞ്ചേരി വരെ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്.
തീരദേശ മേഖലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചാരം നേടിയ പാക്കറ്റ് മിക്സ്ചറിൽ രക്ഷിതാക്കൾക്ക് ആശങ്ക. നൂഡിൽസിന് സമാനമായ പാക്കറ്റ് മിക്സ്ചറിനെ കുറിച്ചാണ് രക്ഷിതാക്കൾ ആശങ്കപ്പെടുന്നത്. ആകർഷകമായ വർണ്ണങ്ങളിലുള്ള കവറിലാണ് ഇവ വിറ്റഴിക്കുന്നത്. 5 ഗ്രാമിന്റെ പാക്കറ്റിന് ₹1 മാത്രമാണ് വില. സ്കൂളുകൾക്കും കോളേജുകൾക്കും സമീപമുള്ള കടകളിലാണ് ഇവ പ്രധാനമായും വിൽക്കുന്നതെന്ന് പറയുന്നു. വൈവ എന്ന പേരിലുള്ള ചിക്കൻ ഭൂജിയാണ് പാക്കറ്റിലുള്ളത്. കുട്ടികൾ നാക്കിനടിയിലും ചുണ്ടിന് താഴെയും ഇവ വെച്ച് രുചിക്കുകയാണ്. പെൺകുട്ടികളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. പാക്കറ്റിലുള്ള മിശ്രിതത്തിൽ അജിനോമോട്ടോ ചേർത്തിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു. ഇവയുടെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി ഫുഡ് സേഫ്റ്റിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് ആരോഗ്യവകുപ്പ്. 8 കിലോ കഞ്ചാവുമായി 2 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. അഴീക്കോട് സ്വദേശി മുരിയക്കാട് വീട്ടിൽ കണ്ണൻ, കൊടുങ്ങല്ലൂർ മേത്തല സ്വദേശി എടത്തിപ്പറമ്പിൽ സുജിത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കല്ലേറ്റിങ്കര റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നാണ് ഇവരെ പിടികൂടിയത്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാർ പോലീസ് പിടിച്ചെടുത്തു. കോളേജ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിക്കുന്നതിലെ പ്രധാന കണ്ണി മൊട്ടബിജുവിനെ ഒരാഴ്ച മുൻപ് പോലീസ് പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് 2 പേർ കൂടി അറസ്റ്റിലായത്. അത്താണിയിൽ പൂജാദ്രവ്യങ്ങൾ വിൽപ്പന നടത്തുന്നതിന്റെ മറവിലാണ് കണ്ണൻ കഞ്ചാവ് വിറ്റിരുന്നത്. പൂജാദ്രവ്യങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇവരിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തത്. ആദ്യകാലങ്ങളിൽ തമിഴ്നാട്, കമ്പം, തേനി എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവർ കഞ്ചാവ് കൊണ്ടുവന്നിരുന്നത്. ചെക്ക് പോസ്റ്റുകളിൽ പോലീസ് പരിശോധന കർശനമാക്കിയതോടെ ഒറീസയിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് ഇവർ കഞ്ചാവ് കൊണ്ടുവരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഇരിങ്ങാലക്കുട CI സിനോജ്, SI NR ജോസ്, സീനിയർ CPOമാരായ സുനിൽ, അനിൽകുമാർ, സുരേഷ്, CPOമാരായ സൂരജ്, മിഥുൻ കൃഷ്ണ, അപർണ ലവകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. കേരളത്തിന്റെ തീരദേശങ്ങളിൽ ചെടികളുടെയും വൃക്ഷങ്ങളുടെയും ഇലകൾ ഉണങ്ങാനിടയായത് താപവിസ്ഫോടനം മൂലമാണെന്ന് പീച്ചി വനഗവേഷണ കേന്ദ്രത്തിലെ മണ്ണ് പരിശോധന വിഭാഗം ശാസ്ത്രജ്ഞൻ ഡോക്ടർ S സന്ദീപ് പറഞ്ഞു. വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു സംഭവവികാസമാണ് താപവിസ്ഫോടനമെന്നും ഇതിൽ പേടിക്കേണ്ട ആവശ്യമില്ലെന്നും ഡോക്ടർ സന്ദീപ് അഭിപ്രായപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇത് ആദ്യമാണ്. ഇലകൾ ഉണങ്ങിയതായി കണ്ട കൊല്ലം, ഇരവിപുരം, ആലപ്പുഴ ബീച്ച്, പുറക്കാട്, തൃശൂരിലെ ബ്ലാങ്ങാട്, അഴീക്കോട്, ചേറ്റുവ എന്നിവിടങ്ങളിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് KFRAയിലെ ലാബിൽ നടത്തിയ പരിശോധനയിലും ജനങ്ങളുമായി സംസാരിച്ചതിൽ നിന്നുമാണ് ശാസ്ത്രജ്ഞർ ഈ നിഗമനത്തിലെത്തിയത്. നാട്ടുകാർ പറയുന്നത് പോലെ അമ്മളമഴയ്ക്ക് സാധ്യതയില്ലെന്നും ഡോക്ടർ സന്ദീപ് പറഞ്ഞു. അമ്മളമഴ പെയ്താൽ ചെടികൾ മൊത്തമായി കരിയും. ഉപ്പിന്റെ അംശം വളരെ കൂടുതലായും കണ്ടെത്തിയിട്ടില്ല. രാത്രിയിലാണ് ഈ പ്രതിഭാസം ഉണ്ടായിരിക്കുന്നതെന്നും ഡോക്ടർ സന്ദീപ് പറഞ്ഞു. മൺസൂൺ ശക്തമായതിനാൽ ഇനി ഈ വർഷം ഇത് ആവർത്തിക്കാൻ സാധ്യതയില്ലെന്നും ജനങ്ങളെ ഇത് ബാധിക്കില്ലെന്നും ഡോക്ടർ സന്ദീപ് പറഞ്ഞു. തീരപ്രദേശങ്ങളിൽ മാത്രം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. അപ്പം മാത്രമല്ല, ഉഷ്ണക്കാറ്റ് പോലെ വളരെ ലാർജ് ഏരിയയിലൊന്നും ഇത് വീശി കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷം ഇതിന് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവുമാണ്. പേടിക്കാനൊന്നുമില്ല. KFRAയിലെ എക്കോളജി വിഭാഗം ശാസ്ത്രജ്ഞൻ ഡോക്ടർ KA ശ്രീജിത്ത്, ബോട്ടണി വിഭാഗം ശാസ്ത്രജ്ഞൻ ഡോക്ടർ VV ശ്രീകുമാർ, സോഷ്യോളജി വിഭാഗം ശാസ്ത്രജ്ഞ ഡോക്ടർ V അനിത എന്നിവരുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്ര സംഘമാണ് പരിശോധന നടത്തിയത്. TCV ന്യൂസ്, തൃശൂർ. നാലമ്പല തീർത്ഥാടനത്തിന് തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കായി വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ദേവസ്വം ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗം തീരുമാനിച്ചു. ഈ മാസം 17 ആരംഭിക്കുന്ന നാലമ്പല തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾക്കായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായരുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ക്ഷേത്രത്തിനകത്തും പുറത്തുമായി 5000 പേർക്ക് മഴ നനയാതെ വരി നിൽക്കാനുള്ള പന്തൽ നിർമ്മിക്കും. TSGA സ്റ്റേഡിയത്തിന് സമീപത്തെ ദേവസ്വം പറമ്പിൽ വാഹന പാർക്കിംഗ് ഏർപ്പെടുത്തും. ഭക്തർക്കായി ടോയ്ലറ്റുകൾ സ്ഥാപിക്കും. സാമൂഹിക വിരുദ്ധ ശല്യവും മോഷണവും തടയുന്നതിനായി ക്ഷേത്രത്തിനകത്തും പുറത്തുമായി കൂടുതൽ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കും. അടിയന്തര ചികിത്സയ്ക്കായി ബെഡുകൾ, ആംബുലൻസ്, മരുന്നുകൾ എന്നിവ ഏർപ്പെടുത്തും. ക്ഷേത്ര പരിസരങ്ങളിൽ പകർച്ചവ്യാധികൾ തടയാൻ ഫോഗിംഗ് നടത്തുവാനും യോഗം തീരുമാനിച്ചു. PSC ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് റാങ്ക് ലിസ്റ്റിൽ ആദ്യ 10 റാങ്കിൽ 5 റാങ്കുകളും അരനാട്ടുകര ഗ്രാമീണ വായനശാലയിലെ ഉദ്യോഗാർത്ഥികൾ കരസ്ഥമാക്കി. 1, 2, 3 റാങ്കുകളും 8, 9 റാങ്കുകളുമടക്കം ഇവിടെ പരിശീലനം നേടിയ ഒട്ടനവധി പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത്. തൃശൂർ സബ് രജിസ്ട്രാർ ഓഫീസ് ജീവനക്കാരനായ സത്യൻ ലാലൂരിന്റെ നേതൃത്വത്തിൽ സൗജന്യ PSC പരിശീലനം നടത്തുന്ന അരനാട്ടുകര ഗ്രാമീണ വായനശാലയിൽ നിന്ന് നേരത്തെയും ഒട്ടനവധി പേർ PSC പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയിരുന്നു. ഓട്ടോ ഡ്രൈവർമാരും വർക്ക്ഷോപ്പ് ജീവനക്കാരും അടക്കമുള്ള തികച്ചും സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന കേന്ദ്രമാണ് ഇത്. ഈ വർഷം നടന്ന LD ക്ലാർക്ക് പരീക്ഷയിൽ 2, 4, 9 റാങ്കുകൾ കരസ്ഥമാക്കിയതും ഈ പരിശീലന കേന്ദ്രത്തിലെ ഉദ്യോഗാർത്ഥികളായിരുന്നു. പാലിയൂർ മാർത്തോമ അതിരൂപത തീർത്ഥകേന്ദ്രത്തിലെ ദുക്രാന തിരുനാളിന് ആയിരങ്ങളെത്തി.
തൃശൂർ അതിരൂപതയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ തീർത്ഥകേന്ദ്രത്തിലെത്തി. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഊട്ടിനുള്ള വിഭവങ്ങൾ ആശീർവദിച്ചു. 11-12 തീയതികളിൽ ആഘോഷിക്കുന്ന തർപ്പണ തിരുനാളിന്റെ കൊടിയേറ്റവും ആർച്ച് ബിഷപ്പ് നിർവഹിച്ചു. 1,00,000-ഓളം പേർ ഊട്ടുസദ്യയിൽ പങ്കെടുത്തു. ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന തുടങ്ങിയവയ്ക്ക് ശേഷം തളിയകുളത്തിൽ നിന്ന് പ്രദക്ഷിണവും നടന്നു. റെക്ടർ ഫാദർ ജോൺ അയ്യങ്കാനിയിൽ, സഹവികാരി ഫാദർ റിഞ്ചോ ഓലപ്പുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. ദുക്രാന തിരുനാളിന്റെ ഭാഗമായി തലൂർ ഉണ്ണിമിശിഹ ദേവാലയത്തിൽ പ്രാചീന ക്രിസ്തീയ കലാരൂപമായ റംബാൻ പാട്ട് അരങ്ങേറി. വിശ്വാസ പാരമ്പര്യത്തിന്റെ ഭാഗമായി മാർത്തോമ ക്രിസ്ത്യാനികൾ അവതരിപ്പിച്ചു വരുന്നതാണ് റംബാൻ പാട്ട്. 448 വരികളുള്ള ഈ പാട്ട് 50ഓളം വരികളാക്കി ചുരുക്കി തനിമ നഷ്ടപ്പെടാതെയാണ് വേദിയിൽ അവതരിപ്പിച്ചത്. ഇടവകയിലെ 27 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള 15 കലാകാരന്മാർ അവതരണത്തിൽ പങ്കെടുത്തു. നൃത്തരംഗത്ത് പ്രവർത്തിക്കുന്ന ജോണി മലയാറ്റൂരിന്റെ ശിക്ഷണത്തിൽ 2 ആഴ്ച നീണ്ട പരിശീലനത്തിനൊടുവിലാണ് റംബാൻ പാട്ട് അരങ്ങിലെത്തിയത്. വികാരി ഫാദർ ജോഷി വെണ്ണാട്ടുപറമ്പിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ മനോജ് കീഴൂർമുട്ടിക്കൽ എന്നിവർ നേതൃത്വം നൽകി. അടാട്ട് ഗ്രാമപഞ്ചായത്ത് പാരിക്കാട് ജൈവവള നിർമ്മാണശാലയിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ജൈവവളം വിതരണം തുടങ്ങിയതായി അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ജയലക്ഷ്മി അറിയിച്ചു. വലിയ ലോഡിന് 1,500 രൂപയും ചെറിയ ലോഡിന് 1000 രൂപയും കർഷകരിൽ നിന്ന് ഈടാക്കിയാണ് വളം വിൽക്കുന്നത്. തിങ്കളാഴ്ച വരെയാണ് കളക്ടർ വളം നീക്കം ചെയ്യുന്നതിന് അനുവദിച്ചെങ്കിലും 2 ദിവസം കൊണ്ട് തന്നെ ഇവ നീക്കം ചെയ്യുന്ന പ്രവൃത്തി പൂർത്തീകരിക്കും. 10 സെന്ററുകളിലെ മാലിന്യ ശേഖരണം തിങ്കളാഴ്ച രാവിലെ 5 മുതൽ 8 മണിവരെ പഞ്ചായത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുമെന്നും ജയലക്ഷ്മി പറഞ്ഞു. ധനലക്ഷ്മി ബാങ്ക് ജീവനക്കാരുടെ സമരപ്പന്തലിൽ നിരാഹാരം അനുഷ്ഠിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. VR മുരളീകൃഷ്ണൻ, VKP കൃഷ്ണകുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ട PV മോഹനനെ തിരിച്ചെടുക്കുക, ബാങ്കിൽ നടന്ന വൻ തട്ടിപ്പ് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 1 മുതലാണ് നിരാഹാര സമരം ആരംഭിച്ചത്. ഇവരുടെ അറസ്റ്റിനെ തുടർന്ന് സന്ധ്യ, എമിൽ ജോയ് എന്നിവർ നിരാഹാര സമരം ആരംഭിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ മോഷണ ശ്രമം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ താൽക്കാലിക ഓഫീസ് പ്രവർത്തിച്ചിരുന്ന IT പരിശീലന കേന്ദ്രം, പട്ടികജാതി വികസന ഓഫീസ് എന്നിവിടങ്ങളിലാണ് മോഷണ ശ്രമം നടന്നിട്ടുള്ളത്. താൽക്കാലിക ഓഫീസിന്റെ മുൻഭാഗത്തെ വാതിലിന്റെയും പ്രധാന ഓഫീസിന്റെയും താഴുകൾ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിട്ടുള്ളത്. ഓഫീസിനകത്തെ അലമാരകളും മേശവലിപ്പുകളും കുത്തി തുറന്നിട്ടുണ്ട്. ഫയലുകളും മറ്റും വാരി വലിച്ചിട്ട നിലയിലാണ്. പട്ടികജാതി വികസന ഓഫീസിനകത്തെ അലമാരകളും മേശവലിപ്പുകളും മോഷ്ടാക്കൾ കുത്തി തുറന്നിട്ടുണ്ട്. ഇവിടെ സൂക്ഷിച്ചിരുന്ന ഫയലുകളും വാരി വലിച്ചിട്ട നിലയിലാണ്. പണവും DDയും സൂക്ഷിച്ചിരുന്ന ലോക്കർ തുറക്കാനും ശ്രമം നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് CI R രതീഷ് കുമാർ, SI KG ആന്റണി എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. തലശ്ശേരി സ്വദേശി പനി ബാധിച്ച് മരിച്ചു. മലയനകത്ത് പറമ്പിൽ 54 വയസ്സുള്ള മോഹനനാണ് മരിച്ചത്. വർഷങ്ങളായി ഇയാൾ ചൊവ്വൂരിൽ ബേക്കറി നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിളവിനൊപ്പം വിലയും വിപണി സാധ്യതയും ഏറിയപ്പോൾ റംബൂട്ടാൻ കർഷകനായ ഷിബു സമൃദ്ധിയുടെ നിറവിൽ. മേലടൂർ ചക്കാലയ്ക്കൽ ഷിബുവിന്റെ റംബൂട്ടാൻ കൃഷി ഇത്തവണ വിലയിൽ മാത്രമല്ല വിളവിലും മികച്ച നിലയിലാണ്. മലേഷ്യൻ ഇനമായ N18 എന്നറിയപ്പെടുന്ന മികച്ച 100ഓളം റംബൂട്ടാനാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇതിൽ 65ഓളം മരങ്ങൾ കായ്ച്ചു. ഇത്രയും മരങ്ങളിൽ നിന്ന് 700ഓളം കിലോഗ്രാം വിളവാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഷിബുവിന് 400 കിലോഗ്രാം റംബൂട്ടാൻ വിൽപ്പനയ്ക്കായി ലഭിച്ചിരുന്നു. ഇപ്പോൾ കിലോഗ്രാമിന് 160 രൂപ വിപണിയിൽ ലഭിക്കുന്നുണ്ട്. മികച്ച ഇനമായ കാരണം ഷിബുവിന്റെ റംബൂട്ടാന് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. 50 സെന്റ് സ്ഥലത്ത് തൈ വെച്ച് 3-ാം വർഷം കായ്ച്ച് വിളവെടുത്തിരുന്നു. ബെഡ് ചെയ്ത തൈകളായതിനാൽ പരമാവധി 8 മുതൽ 10 അടി ഉയരത്തിൽ മാത്രം വളരുന്നതുകൊണ്ട് വിളവെടുക്കാനും സൗകര്യമാണ്. 2011 ഷിബു റംബൂട്ടാൻ കൃഷി ചെയ്തത്. ജൈവവളം മാത്രം ഉപയോഗിച്ചുള്ള മികച്ച പരിചരണം കൊണ്ടാണ് 3-ാം വർഷം വിളവെടുക്കാൻ സാധിച്ചതെന്ന് ഷിബു പറഞ്ഞു. ജനുവരി മാസത്തിൽ കായ്ക്കുന്ന റംബൂട്ടാൻ 5 മാസം കൊണ്ടാണ് വിളവെടുക്കാൻ പാകമാക്കുന്നത്. ചുവപ്പ്, മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള റംബൂട്ടാനാണ് ഷിബുവിന്റെ തോട്ടത്തിലുള്ളത്. ഇതിൽ മഞ്ഞ നിറത്തിലുള്ളതിന് മധുരം കൂടുതലാണ്. റംബൂട്ടാൻ മരങ്ങൾക്കിടയിൽ റെഡ് ലേഡി ഇനത്തിലുള്ള പപ്പായയും കൃഷി ചെയ്തിട്ടുണ്ട്. ഉയരം താരതമ്യേന കുറഞ്ഞതും മികച്ച വിളവും ലഭിക്കുന്ന റെഡ് ലേഡി വിപണി സാധ്യത ഏറെയുള്ളതാണ്. 60ഓളം പപ്പായകളിൽ നിന്ന് മികച്ച വിളവാണ് ലഭിക്കുന്നത്. ഇപ്പോൾ കിലോഗ്രാമിന് 20 രൂപ നിരക്കിലാണ് പൊതുവിപണികളിൽ ഷിബു പപ്പായ വിൽക്കുന്നത്. ശരാശരി 2.5 കിലോഗ്രാം തൂക്കം വരുന്ന പപ്പായയ്ക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. കാർഷിക മേഖലയിലെ വിപണി സാധ്യത തിരിച്ചറിഞ്ഞ ഷിബു വേറിട്ട മികവ് തേടുകയാണ്. TCV മാള.
ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് സന്ദർശിക്കുമെന്ന് ശ്രീലങ്കൻ ഹൈക്കമ്മീഷണർ സുദർശൻ സെനവിരത്ന പറഞ്ഞു. ചേരമാൻ ജുമാ മസ്ജിദ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേരമാൻ ജുമാ മസ്ജിദിനെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ചേരമാൻ ജുമാ മസ്ജിദ് മഹല്ല് പ്രസിഡന്റ് ഡോക്ടർ PA മുഹമ്മദ് സയ്യിദ്, സെക്രട്ടറി അബ്ദുൾ ഖയ്യൂം, അഡ്മിനിസ്ട്രേറ്റർ EB ഫൈസൽ തുടങ്ങിയവർ ചേർന്ന് ശ്രീലങ്കൻ ഹൈക്കമ്മീഷണറെ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്കിൽ BJP ഹർത്താൽ ആചരിച്ചു. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് CPM പ്രവർത്തകർ കല്ലെറിഞ്ഞതിൽ പ്രതിഷേധിച്ചായിരുന്നു ഹർത്താൽ. വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല, കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. DYFI നേതാവായിരുന്ന KU ബിജുവിന്റെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി CPM ഇന്നലെ കൊടുങ്ങല്ലൂരിൽ പ്രകടനം നടത്തിയിരുന്നു. പ്രകടനക്കാർ ശ്രീകുരുമ്പ ക്ഷേത്രത്തിലേക്ക് കല്ലെറിഞ്ഞുവെന്ന ആരോപണത്തെ തുടർന്നാണ് സംഘർഷം ഉണ്ടായത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഹൈവേ പോലീസ് ദേശീയപാതയിൽ നടത്തിയ വാഹന പരിശോധനയിൽ വിവിധ കുറ്റകൃത്യങ്ങൾക്ക് 112 പേർക്കെതിരെ നടപടിയെടുത്തു. പിഴയായി 14,100 രൂപ ഈടാക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിലും വാഹന പരിശോധന തുടരുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. തൃശൂർ മൃഗശാല മ്യൂസിയത്തിൽ അഗ്നിബാധ. മുകൾ നിലയിലെ മുറിയിലാണ് അഗ്നിബാധ കണ്ടത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. നാശനഷ്ടങ്ങളില്ല. ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ചിത്രശലഭങ്ങൾക്കായി എന്നും വസന്തം സൃഷ്ടിക്കാൻ തയ്യാറെടുക്കുകയാണ് തുമ്പൂർമൊഴി വിനോദസഞ്ചാര കേന്ദ്രം. കുലുക്കിച്ചെടിയിൽ മാത്രമല്ല, ഇനി മുതൽ നിരവധി പഴവർഗ്ഗ ചെടികളിലും ചിത്രശലഭ സംഘങ്ങൾക്ക് പാറിപ്പറക്കാം. പ്രകൃതി ഭംഗി നുകരാനെത്തുന്നവർക്ക് വിവിധ ശലഭങ്ങളുടെ കാഴ്ചയൊരുക്കുകയാണ് ടൂറിസം വകുപ്പിന്റെ ലക്ഷ്യം. ഇതിനായി ഫ്രൂട്ട്സ് പ്ലാന്റ് തയ്യാറാക്കുന്ന പ്രവൃത്തികൾ തുടരുകയാണ്. ഓറഞ്ച്, മുന്തിരി, ആപ്പിൾ, റംബൂട്ടാൻ തുടങ്ങിയ ചെടികളാണ് ഫലവർഗ പാർക്കിൽ അതിഥികളായി എത്തുന്നത്. ഗരുഡശലഭത്തെ ആകർഷിക്കുന്ന അല്പം എന്ന ചെടികൾ വ്യാപകമായി വളർത്താനും ശ്രമം തുടങ്ങി. ഇവയുടെയെല്ലാം വിത്തുകൾ ശേഖരിച്ചിട്ടുണ്ട്. പട്ടിക്കാടുള്ള നഴ്സറിയാണ് ഇതിനായി ടൂറിസം വകുപ്പിനെ സഹായിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനകളരി കൂടിയാവുകയാണ് തുമ്പൂർമൊഴി വിനോദസഞ്ചാര കേന്ദ്രം. സ്ഥിരമായി ചിത്രശലഭ കൂട്ടങ്ങളെ കണ്ടെത്തിയതോടെയാണ് തുമ്പൂർമൊഴി ചിത്രശലഭങ്ങളുടെ ആവാസ കേന്ദ്രമാണെന്ന് തിരിച്ചറിഞ്ഞത്. ബ്ലൂ ടൈഗർ ഇനത്തിൽപ്പെട്ട നൂറുകണക്കിന് എണ്ണം ഇവിടെ സ്ഥിരം അതിഥികളാണ്. കുലുക്കിച്ചെടികളാണ് ഇവയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വ്യക്തമായതോടെ അത്തരം ചെടികളെ കൂടുതലായി നട്ടുവളർത്താനും നടപടിയായി. വംശനാശം സംഭവിക്കുന്ന ഇനങ്ങളെ കൂടി ഇവിടെ കണ്ടു തുടങ്ങി. ഇതിനിടെ ഇവിടെ ചിത്രശലഭ പാർക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. തുമ്പൂർമൊഴി കേരളത്തിലെ ഏറ്റവും മികച്ച ചിത്രശലഭ പാർക്കാകുമ്പോൾ അത് അതിരപ്പള്ളി ടൂറിസം മേഖലയ്ക്കും മുതൽക്കൂട്ടാകും. TCV ചാലക്കുടി. തൃശൂർ കോർപ്പറേഷന്റെയും കോ ഓപ്പറേറ്റീവ് കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വിരുദ്ധ ദിനാചരണം നടത്തി. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോ ഓപ്പറേറ്റീവ് കോളേജ് പ്രസിഡന്റ് TS സജീവൻ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൌൺസിലർ പുല്ലാട്ട് സരളാദേവി, CK ഉപേന്ദ്രൻ, KS വിമൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ച് കോളേജിൽ നിന്ന് തേക്കിൻകാട് മൈതാനിയിലേക്ക് ബോധവൽക്കരണ റാലി നടത്തി. ലോക പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വിരുദ്ധ ദിനാചരണത്തിൽ പനംകുറ്റിച്ചിറയ്ക്ക് സമീപം പ്ലാസ്റ്റിക് പൊടിക്കുന്ന യന്ത്രം സ്ഥാപിച്ചു. തൃശൂർ കോർപ്പറേഷൻ സോണൽ ഓഫീസിന്റെ കീഴിലാണ് യന്ത്രം സ്ഥാപിച്ചിരിക്കുന്നത്. കൂടുതലായും വീടുകളിൽ നിന്ന് സമാഹരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ സംസ്കരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷൻ മേയർ രാജൻ ജയപല്ലൻ യന്ത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറി ബഷീർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഉഷാകുമാരി, ജയ മുത്തിപ്പേടിക തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ലോക രക്തദാതാവ് ദിന മാസാചരണത്തിന്റെ സമാപന സമ്മേളനം തൃശൂർ ശക്തൻ തമ്പുരാൻ കോളേജിൽ നടന്നു. കോളേജ് അങ്കണത്തിൽ നടന്ന ചടങ്ങ് കരൾ മാറ്റിവെക്കലിന് വിധേയയായ ഇതേ കോളേജിലെ വിദ്യാർത്ഥിനി രേഷ്മ തൃക്കൂർ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി DMO ബേബി ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ പ്രോഗ്രാം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ VR ഗോപിനാഥൻ, ജനറൽ സെക്രട്ടറി ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ, പ്രോഗ്രാം സെക്രട്ടറി K. ജയകുമാർ, ജോയ ലൂക്കാസ് ഫൗണ്ടേഷൻ ചീഫ് കോർഡിനേറ്റർ PP ജോസ്, ശക്തൻ തമ്പുരാൻ കോളേജ് പ്രിൻസിപ്പൽ M. അജിത് കുമാർ രാജ, ജോജു തരകൻ, PN ഗോകുൽദാസ്, S. പുഷ്പരാജ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് കൂടുതൽ തവണ രക്തം സ്വീകരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ സംഗമവും സന്നദ്ധ രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. വെറ്ററിനറി സർവകലാശാലയിൽ ആധുനികവൽക്കരണത്തിന്റെയും ഡിജിറ്റലൈസേഷന്റെയും പേരിൽ വൻതുക ചെലവഴിച്ച് ഭീമമായ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുകയാണെന്ന് വെറ്ററിനറി എംപ്ലോയീസ് അസോസിയേഷൻ ആരോപിച്ചു. സർക്കാർ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കുന്ന രീതിയിലാണ് സർവകലാശാലയിൽ കമ്പ്യൂട്ടർ, ഫർണിച്ചർ, CCTV ക്യാമറകൾ തുടങ്ങിയവ വാങ്ങുന്നത്. സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമില്ലാത്ത CCTV ക്യാമറകൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് അടിയന്തരമായി സ്ഥാപിക്കുന്നതിൽ അഴിമതിയാണ് പ്രധാന ലക്ഷ്യമെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി.
കെ ദാമോദരൻ പഠന ഗവേഷണ കേന്ദ്രം ഏർപ്പെടുത്തിയ കെ ദാമോദരൻ സ്മാരക പുരസ്കാരം എഴുത്തുകാരൻ വി.ജി. തമ്പിക്ക് സമ്മാനിച്ചു. ഗുരുവായൂർ നഗരസഭ വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ സിപിഐ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് പുരസ്കാര വിതരണം നിർവഹിച്ചു. സിപിഐ സംസ്ഥാന കൌൺസിൽ അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കെ ദാമോദരൻ പഠന ഗവേഷണ കേന്ദ്രം പ്രസിഡന്റ് സി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. തൊഴിലെടുത്ത് എംകോം പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിക്ക് തൃശ്ശൂർ സത്സംഗിന്റെ സ്വർണ്ണ പതക്കം സമ്മാനിച്ചു. മറ്റം നമ്പഴിക്കാട് ചിറമൽ ഫ്രാൻസിസിന്റെയും കണ്ടാണശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ റൂബിയുടെയും മകനായ CF റോൺ റിക്സനാണ് സ്വർണ്ണ മെഡൽ സമ്മാനിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംകോം പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ഈ വിദ്യാർത്ഥിക്ക് സത്സംഗ് രക്ഷാധികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടാണ് സ്നേഹോപഹാരം സമർപ്പിച്ചത്. സ്വകാര്യ ബസ്സിൽ കണ്ടക്ടറായും തുണിക്കടയിൽ അക്കൌണ്ടന്റുമായും പ്രവർത്തിച്ച റോൺ റിക്സ് പഠനത്തോടൊപ്പം ജോലി ചെയ്ത് മാതൃകയാവുകയായിരുന്നു. റോൺ റിക്സിന്റെ വീട്ടിലെത്തിയാണ് സത്സംഗ് ഭാരവാഹികൾ ഉപഹാരം സമർപ്പിച്ചത്. ജെന്നീസ് മാളിയേക്കൽ, PJ സ്റ്റെജു എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ചിന്മയ ജന്മശതാബ്ദി വർഷാചരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ചിന്മയ ജ്യോതി സന്ദേശവാഹിനിയുടെ തൃശൂർ ജില്ലയിലെ പര്യടന പരിപാടിക്ക് കോലടി ചിന്മയ മിഷൻ കോളേജിൽ സ്വീകരണം നൽകി. കേരള റീജിയൻ ചിന്മയ മിഷൻ ആചാര്യൻ സ്വാമി വിവിക്താനന്ദ സരസ്വതി സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള ചിന്മയ സേവാ ട്രസ്റ്റ് ചീഫ് സേവക് ഡോക്ടർ ജി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സി രവീന്ദ്രനാഥൻ, വൈസ് പ്രിൻസിപ്പൽ പി കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പുഴയിൽ മീനൂട്ട് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രയാർ. ഏറെ മത്സ്യസമ്പത്തുണ്ടായിട്ടും ഈ മേഖലയിൽ ആരും മത്സ്യബന്ധനത്തിന് മുതിരാറില്ല. ക്ഷേത്രത്തിനോട് ചേർന്നൊഴുകുന്ന പുഴയുടെ ഉദ്ഭവകഥ വാമനാവതാരവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വാമനാവതാര സമയത്ത് ഭഗവാന്റെ ഒരു പാദം ബ്രഹ്മലോകത്തെത്തിയത്രേ. ഈ സമയം ബ്രഹ്മാവ് തന്റെ കമണ്ഡലുവിൽ നിന്നുള്ള തീർത്ഥജലത്താൽ ഭഗവാന്റെ പാദം അഭിഷേകം ചെയ്തു. പാദാഭിഷേകം ചെയ്ത തീർത്ഥജലത്തിന്റെ ഒരു ഭാഗം ഭൂമിയിലേക്കും ഒഴുകിയെത്തി. തിരുപാദം കഴുകിയ ജലം ആറായി, പിന്നീട് തിരുപ്പാതയാറും ഒടുവിൽ തൃപ്രയാറുമായെന്നുമാണ് ഐതിഹ്യം. ദശാവതാരങ്ങളിലെ ആദ്യാവതാരമായ മത്സ്യാവതാരം നടന്നത് തീവ്ര എന്നും ശ്രീപ്രിയ എന്നും അറിയപ്പെടുന്ന ദ്രിമള രാജ്യത്തെ കൃതാല നദിയിലാണെന്ന ഐതിഹ്യമാണ് മീനൂട്ട് വഴിപാടിന്റെ കാതൽ. മത്സ്യാവതാരത്തിനൊപ്പം വർഗസമൃദ്ധി, അഭിവൃദ്ധി എന്നിവയ്ക്കായും കോട്ടപ്പുറം ചേറ്റുവ അഴികളുമായി കടലിൽ ചെന്നു ചേരുന്നതിനാൽ വരുണഭഗവാനോടുള്ള ആദരമായും കൂടാതെ പിതൃബലിയായും ഭക്തർ മീനൂട്ടിനെ കാണുന്നുണ്ട്. തൃപ്രയാർ പുഴയിലെ മത്സ്യസമ്പത്ത് ഏറെയാണ്. അരിയിൽ ചെറുപഴവും നെയ്യും നാളികേരവും ചേർത്തതാണ് മീനൂട്ട്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ കടവിൽ മീനൂട്ട് സമർപ്പിക്കുമ്പോൾ പുഴയിലെ കുഞ്ഞോളങ്ങൾക്ക് മേലെ മത്സ്യങ്ങൾ കൂട്ടമായി എത്തുന്ന കാഴ്ച മനോഹരമാണ്. ഇത്രയേറെ മത്സ്യസമ്പത്തുണ്ടായിട്ടും മീനൂട്ട് വഴിപാട് നടത്തപ്പെടുന്ന ക്ഷേത്രത്തിന്റെ കിഴക്കേ കടവിൽ ആരും മത്സ്യബന്ധനം നടത്താറില്ല. TCV തൃപ്രയാർ. കുഷ്ഠരോഗികൾക്കായി ജീവിതം സമർപ്പിച്ച ഫാദർ ഡാമിയന്റെ ജീവിതം ആസ്പദമാക്കി മലയാളത്തിൽ ആദ്യമായി നിർമ്മിച്ച ദ ലെജൻഡ് ഓഫ് മൊളോക്കോ എന്ന ചിത്രം പ്രദർശനത്തിനെത്തി. തൃശൂർ ശ്രീ തിയേറ്ററിൽ നടന്ന ആദ്യ പ്രദർശനത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ടോണി P. വർഗീസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഫാദർ രഞ്ജിത്ത് OFC മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഒരു വൈദികൻ നായകനായി അഭിനയിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. 2 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ ശനി ഞായർ ദിവസങ്ങളിലും ശ്രീ തിയേറ്ററിൽ രാവിലെ 9-നും പ്രദർശിപ്പിക്കും. ഇനി വാണിജ്യത്തിലേക്ക്. അഡോൺസ് ഇമിറ്റേഷൻ ആൻഡ് ഫാഷൻ ആക്സസറീസ് തൃശൂർ സെലക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. കിഴക്കേക്കോട്ട സെലക്സ് മാളിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ച അഡോൺസ് ഇമിറ്റേഷൻ ജ്വല്ലറി ആൻഡ് ഫാഷൻ ആക്സസറീസ് പ്രശസ്ത സിനിമാ താരം ഗോവിന്ദ് പത്മസൂര്യ ഉദ്ഘാടനം നിർവഹിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ റീന ജോയ്, സദേൺ ജ്വല്ലറി സാരഥികളായ കോളിൻസ്, റാഫി, ചാലക്കുടി സണ്ണി സിൽക്സ് ഉടമ PC സണ്ണി, PC ബെന്നി, അഡോൺസ് മാനേജിംഗ് പാർട്ണർമാരായ ശ്രീജിത്ത്, ഗംഗാരാജൻ, ശില്പ ടൈറ്റസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ബ്രൈഡൽ കളക്ഷൻ, പാർട്ടി വെയറുകൾ, ആന്റിക്, അമേരിക്കൻ ഡയമണ്ട് തുടങ്ങി വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെയും ഫാഷൻ ആക്സസറീസിന്റെയും വിപുലമായ ശേഖരം അഡോൺസിൽ ഉപഭോക്താക്കൾക്കായി സജ്ജമാക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9746045085. വധുവിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇന്റർനാഷണൽ ചമയകലകളൊരുക്കി ഷഫീനാസ് ബ്യൂട്ടി ഹെയർ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു.
റൗണ്ട് നോർത്തിൽ കല്യാൺ ജ്വല്ലറിക്കും പെരിഞ്ചേരി ബിൽഡിംഗിനും സമീപം ആരംഭിച്ച ഷഫീനാസ് ബ്യൂട്ടി ഹെയർ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കരും സിനിമാ താരം ഇഷ തൽവാറും ചേർന്ന് നിർവഹിച്ചു. സിനിമാ താരം മാളവിക മേനോൻ, സീരിയൽ താരം പ്രേമി വിശ്വനാഥ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു. ചാനലുകളിലും മാഗസീനുകളിലും ബ്യൂട്ടി ഷോകളിലും മറ്റും മേക്കപ്പിന്റെയും ബ്യൂട്ടി മേക്ക് ഓവറിന്റെയും പ്രാമുഖ്യം ജനമനസ്സുകൾക്ക് പകർന്നു നൽകുന്ന സിനി ഫാഷൻ മേക്കപ്പ് ആർട്ടിസ്റ്റും സ്കിൻ തെറാപ്പിസ്റ്റും ഹെയർ സ്റ്റൈലിസ്റ്റുമായ ഷഫീനയാണ് ഷഫീനാസ് ബ്യൂട്ടി ഹെയർ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത്. മാനേജിംഗ് ഡയറക്ടർ ഷഫീന, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു. ചന്ദ്രാപിന്നി, കൊച്ചി എന്നിവിടങ്ങളിലും ഷഫീനാസിന് ശാഖകളുണ്ട്. ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങളുടെ വിസ്മയമൊരുക്കി ലെക്സസ് കളക്ഷൻ തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ റൗണ്ട് സൗത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഷോപ്പിന്റെ ഉദ്ഘാടനം മേയർ രാജൻ ചെപ്പല്ലൻ നിർവഹിച്ചു. സ്ഥാപന ഉടമകളായ രാധാകൃഷ്ണൻ ആലക്കൽ, അർജുനൻ വെളിച്ചപ്പാട്ട് എന്നിവർ സന്നിഹിതരായിരുന്നു. പാരമ്പര്യ വസ്ത്ര സങ്കല്പങ്ങൾക്കൊപ്പം റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ പുതുപുത്തൻ ഫാഷനുകളാണ് ഷോപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ലേഡീസ് ജെന്റ്സ് ഡ്രസ് മെറ്റീരിയലുകളുടെ അതിവിപുലമായ ശേഖരവും ഇവിടെയുണ്ട്. യുവാക്കളുടെ അഭിരുചിക്ക് അനുസൃതമായ നിറങ്ങളിലും ഡിസൈനുകളിലും ഉള്ള ബ്രാൻഡഡ്, ഫോർമൽ, കാഷ്വൽ ഷർട്ടുകൾ, പാൻസുകൾ, ജീൻസുകൾ, സ്ത്രീകൾക്കായി കുർത്തകൾ, ചുരിദാറുകൾ തുടങ്ങിയ വിപുലമായ വസ്ത്രശേഖരം ലെക്സസ് കളക്ഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ബന്ധപ്പെടുക 048724440001 9446221030. ഇനി ഇന്നത്തെ സ്വർണ്ണ-വെള്ളി നിരക്കുകൾ നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഷീരിയൻ കണ്ടത് ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 2455, വെള്ളി 10 ഗ്രാമിന് 400, തങ്കം ഗ്രാമിന് 2647. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ജില്ലയിൽ കരിമ്പനി കണ്ടെത്തിയ സാഹചര്യത്തിൽ വിദഗ്ധ പരിശോധനയ്ക്കായി കേന്ദ്ര സംഘമെത്തി. മുള്ളൂർക്കര എടപ്പാറ കോളനിയിൽ കേന്ദ്ര സംഘത്തിന് നേരെ നാട്ടുകാരുടെ പ്രതിഷേധം. ജില്ലയിലെ പനിയുടെയും പകർച്ചവ്യാധികളുടെയും കണക്ക് മാധ്യമങ്ങൾക്ക് നൽകുന്നതിൽ DM ഓഫീസിന്റെ വിലക്ക്. ആരോഗ്യവകുപ്പിനെതിരായ വാർത്തകളിലുള്ള അസഹിഷ്ണുതയാണ് വിലക്കിന് കാരണമെന്ന് ആക്ഷേപം. പനങ്കുറ്റിച്ചിറ മുതൽ ഒല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വരെ 22 മീറ്റർ റോഡ് വികസിപ്പിക്കാനുള്ള നടപടികൾ തിങ്കളാഴ്ച ആരംഭിക്കും. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ സ്ഥലത്തിന്റെ അളവെടുപ്പ് നടത്താനും കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ധാരണ. കൊടുങ്ങല്ലൂരിലെ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് വാഹനയാത്രികർക്ക് അപകടക്കെണിയായി. 4 മാസം മുൻപ് ടാറിംഗ് നടത്തിയ ചാവക്കാട് പാലാക്കടവ് ഭാഗത്തെ റോഡ് തകർന്നു. രക്ഷിതാക്കളെ ആശങ്കപ്പെടുത്തി തീരദേശ മേഖലയിൽ നൂഡിൽസിന് സമാനമായ പാക്കറ്റ് മിക്സ്ചറിന്റെ വിൽപ്പന. സ്കൂളുകൾക്കും കോളേജുകൾക്കും സമീപമുള്ള കടകളിലാണ് വൈവ എന്ന പേരിലുള്ള മിശ്രിതം വിൽക്കുന്നത്. അജിനോമോട്ടോ ചേർത്ത പദാർത്ഥമാണ് വിൽക്കുന്നതെന്ന് സംശയം. 8 കിലോ കഞ്ചാവുമായി 2 പേർ ഇരിങ്ങാലക്കുട പോലീസിന്റെ പിടിയിൽ. കഞ്ചാവ് വിറ്റിരുന്നത് പൂജാദ്രവ്യങ്ങളുടെ മറവിൽ. ഇതോടെ തൃശൂർ റൗണ്ട് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്ക്, ജോസ്കോ ജുവലേഴ്സ്, Penco Marbles and Granites. ജോസ് ആലുക്കാസ്.